ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ നമ്മുടെ വീടിൻ്റെയൊക്കെ സ്റ്റെയറിൻ്റെ ഏരിയയിൽ നമ്മൾ പണ്ടാത്ത രീതിയിലാണെങ്കിൽ നമുക്ക് അവിടെ ഫുഡ് ലാമ്പ് കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ ഫുഡ് ലാമ്പ് നമുക്ക് കാര്യങ്ങൾ എങ്ങനെ ചെയ്യാമെന്നും പുതിയ മോഡലിൽ നമുക്ക് ഫുഡ് ലാമ്പൊക്കെ വെച്ച് എങ്ങനെ വയറിങ് ചെയ്യാമെന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് സ്റ്റെയറിൻ്റെ ഏരിയയാണ് വരുന്നത്. സ്റ്റെയറിൻ്റെ ഏരിയയിൽ വരുന്ന സമയത്ത് ആദ്യമേ തന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലും താഴെയായിട്ട് 2-വേ സ്വിച്ച് വരുന്നുണ്ട്. 2-വേ സ്വിച്ച് എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് ലാമ്പിന് വേണമെങ്കിൽ 2-വേന്ന് ഓപ്പറേറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയറിൽ വരുന്ന ഒരു ലൈറ്റും നമുക്ക് വേണമെങ്കിൽ 2-വേയിൽ ഓപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഒരു ബോക്സ് വെച്ചിരിക്കുന്നു. ഇത് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്വിച്ചുകളുടെ എണ്ണം കൂടുതലായത് ഒരു 8 മോഡുകളാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സ്റ്റെയർ സ്റ്റാർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ തുടങ്ങുന്ന സ്ഥലത്തു നിന്നോ ഏറ്റവും മുകളിൽ നിന്ന് ഏരിയയിൽ നിന്നോ ഒരു ഫുഡ് ലാമ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾ 2 മോഡുകളുടെയാണ് വെച്ചിരിക്കുന്നത്. താഴെ നിന്നും അതായത് 10 ഇഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. കാരണം ഇത് ഓൾറെഡി സ്റ്റെയർ ഫിനിഷിങ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ 10 ഇഞ്ച് വെച്ചിരിക്കുന്നത്. 10 ഇഞ്ചിൻ്റെ താഴെ നിന്ന് വെച്ചതിന് ശേഷം നമ്മൾ ഫുഡ് ലാമ്പ് 2 മോഡുകളുടെ ഒരു ബോക്സാണ് അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ലാൻഡിങ്ങിൻ്റെ സ്ഥലത്തും ഇതുപോലെ തന്നെ, കാരണം നിങ്ങൾ കാണുന്ന സാധിക്കും അധികം ഏരിയ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് വെച്ചു. പിന്നെ ചെറിയൊരു ലാൻഡിങ് വരുന്നുണ്ട്. അവിടെ ഇതുപോലെ തന്നെ 10 ഇഞ്ച് താഴെ നിന്നും 10 ഇഞ്ച് ഫുഡ് ലാമ്പിൻ്റെ അടിവശം വരാവുന്ന രീതിയിൽ 2 മോഡുകളുടെ ഒരു ബോക്സാണ് വയ്ക്കുന്നത്. അത് 2 മോഡുകളുടെ ഫുഡ് ലാമ്പുകളാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അതിലേക്ക് വരുന്ന പൈപ്പുകളാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അത് തന്നെ നേരെ നമ്മൾ കൊണ്ടുപോയതിന് ശേഷം ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ഫുഡ് ലാമ്പ് കൂടി വയ്ക്കുന്നുണ്ട്. ഞാൻ നെക്സ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നിങ്ങളോട് 2-വേ സ്വിച്ച് ഞാൻ പറഞ്ഞില്ലേ, 2-വേ സ്വിച്ച് ലാൻഡിങ്ങിൽ വരുന്ന ലൈറ്റിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വെട്ടിയിട്ടിരിക്കുകയാണ്. അത് നേരെ വന്നതിന് ശേഷം നമ്മൾ ഇത് കൊണ്ടോ ഓൾറെഡി അവിടെ പഴയ പൈപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കളഞ്ഞിരിക്കുന്നു. അതിനുശേഷം നേരെ ഓപ്പോസിറ്റ് ലാൻഡിങ്ങിൻ്റെ തന്നെ നേരെ ഇപ്പുറത്തുള്ളതിൻ്റെ ലാൻഡിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മൾ ഇപ്പുറത്ത് കൊടുത്തതിന് ശേഷം ആ ലാൻഡിങ്ങിൻ്റെ സെൻറ്ററായിട്ട് ഇതുപോലെ തന്നെ 10 ഇഞ്ച് താഴെ നിന്ന് കൊടുത്തിരിക്കുന്നത്. അതായത് ഫിനിഷിങ് ചെയ്ത് കിടക്കുന്നതുകൊണ്ടാണ് 10 ഇഞ്ച് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മളൊരു 2 ഇഞ്ച് 2.5 ഇഞ്ച് കൂട്ടിയിടണം. ഒരു 12 ഇഞ്ചെങ്കിലും കൊടുക്കേണ്ട അത്യാവശ്യമാണ്. നമ്മൾ 10 ഇഞ്ച് കൊടുത്ത് ഫുഡ് ലാമ്പ് 2 മോഡുകളുടെ കൊടുത്തു. ഇതിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പൈപ്പുകളെല്ലാം നമ്മൾ ഏതെങ്കിലും സൈഡിൽ നിന്ന് നമുക്ക് കൊടുക്കാം. പിന്നെ അതുപോലെ ലൈറ്റുകൾ നമുക്ക് ഏത് സൈഡിലേക്ക് വേണമെങ്കിലും നമുക്ക് എടുക്കാത്ത രീതിയിലുള്ള ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത്രയും ഏരിയ താഴേക്ക് വരുന്ന ഏരിയ ഉണ്ട്. അവിടെ നമ്മൾ 2 സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. 2 ഫുഡ് ലാമ്പ് സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ആ ലാൻഡിങ് കഴിഞ്ഞ് സെൻറ്ററായിട്ട് നമ്മൾ വീണ്ടും ഒരു ഫുഡ് ലാമ്പ് കൊടുത്തു. അത് ഇതുപോലെ തന്നെ 10 ഇഞ്ച് സ്കട്ടിങ്ങിൽ നിന്നും ഏകദേശം താഴത്തെ സ്റ്റെപ്പിൽ നിന്നും 10 ഇഞ്ച് കിട്ടാവുന്ന രീതിയിലാണ് അടുത്ത ഫുഡ് ലാമ്പിൻ്റെയും 2 മോഡുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്തും ഫുഡ് ലാമ്പ് കൊടുത്തു. അതും ഇതുപോലെ തന്നെ 10 ഇഞ്ച് താഴെ നമ്മൾ 2 മോഡുകളുടെ കൊടുത്തു. പിന്നെ അതിന് ശേഷം ഏറ്റവും മുകളിലായിട്ട് നമ്മൾ 2-വേ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് എൻട്രൻസിൻ്റെ വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് 2-വേ സ്വിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ മുകളിലും താഴെയും ഓരോ 2 2-വേ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒന്ന് ഫുഡ് ലാമ്പിന് വേണ്ടിയിട്ടുള്ള 2-വേ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ലാൻഡിങ്ങിലുള്ള വെളിച്ചത്തിന് വേണ്ടിയിട്ട് എല്ലാം കൊടുക്കും. അപ്പോൾ 2 2-വേ സ്വിച്ചുകളാണ് കൊടുക്കുന്നത്. അപ്പോൾ ഏകദേശം നമ്മൾ ഫുഡ് ലാമ്പ് 1 2 3 4 5 ഫുഡ് ലാമ്പുകളാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ഡിം ലൈറ്റ്സ് പോലെ കൊടുത്തിരിക്കുന്ന 5 ലൈറ്റ്സുകളാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ 2 മോഡുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് നീറ്റായിട്ട് നമുക്ക് പല മോഡൽ നമുക്ക് അവൈലബിൾ ആയിട്ട് കടകളിൽ കിട്ടുന്നതാണ് ഫുഡ് ലാമ്പുകൾ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.